വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫല്ല. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ പേടി വേണ്ട. അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു മഗ്ഫിറതൻ, പാപമോചനം, വഫല്ലൻ, കൂടുതലും അല്ലാഹു തരും. കുറവാക്കി തരുമെന്നല്ല, കൂടുതലും തരും. ശൈത്താനപ്പുറത്ത് നമ്മളെ മനസ്സിൽ ഉദിപ്പിക്കുന്നതോ അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ദാരിദ്ര്യം വന്നു പോകും, കൊടുത്തു പോകണ്ട. ഇപ്പുറത്ത് അല്ലാഹു തആല പറയുന്നു കൊടുത്തേക്കണം, കൂടുതൽ ഞാനാണ് തരുന്നത്. ശൈത്താനല്ല നിങ്ങൾക്ക് സമ്പത്തുന്നത്, ഞാനാണ്. പഴയ കാലത്ത് ഒരു വലിയ സൂഫിയാക്കളെ സദസ്സ് ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ റാസിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് പറഞ്ഞു, ആ കൂട്ടത്തിൽ വലിയൊരാള് സ്വതക്ക കൊടുക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു പോയാൽ 70 ശൈത്താന്മാർ വന്നിട്ട് തടയും. അതിനൊക്കെ വെട്ടി മാറ്റിയിട്ട് മൂപ്പര് മുന്നോട്ട് കുതിക്കാണോ, ആള് വിജയിച്ച ആൾ തന്നെയാണ്. നല്ല ഉറച്ച വിജയം കിട്ടിയ ആളാണ്. അത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരു മഹാൻ എഴുന്നേറ്റ് പറഞ്ഞു, എങ്കിൽ ഇന്ന് ഞാൻ ആ 70 ആൾക്കാരെ ഒന്ന് കടത്തി വെട്ടിയിട്ട് ഒരു സ്വതക്ക കൊടുക്കും. അങ്ങനെ വീട്ടിലേക്ക് പോയി സ്വതക്ക കൊടുക്കാൻ പറ്റിയ കുറച്ച് ധാന്യങ്ങളൊക്കെ എടുത്ത് സുരക്ഷിതമാക്കി തന്റെ അരക്കച്ചയില് അരപ്പട്ടയുടെ ഭാഗത്ത് കെട്ടി ഭദ്രമാക്കിയിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് വീട്ടുകാരി ഒന്ന് ചോദിച്ചു, നിങ്ങൾ എവിടുക്ക പോകുന്നത്? ഞാൻ പുറത്തു പോവാണ്, കുറച്ച് ഞാൻ വരും. എന്തെങ്കിലും അരയിൽ അരക്കെട്ടിൽ എന്തുണ്ടല്ലോ, അത് കുറച്ച് ധാന്യമാണ് സ്വതക്ക കൊടുക്കാൻ. ഇവിടെ ഞങ്ങൾ തന്നെ ഭക്ഷിക്കാല, പിന്നെ പുറത്തുകൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ തന്നെ ഭക്ഷിക്കാല്ല, പിന്നെ പുറത്തുകൊണ്ടേ കൊടുക്കുന്നത്? ആ ചോദ്യം കേട്ടപ്പോ അവിടെ വെച്ചു. സൂഫിയാക്കൾ കാത്തിരിക്കാണ് സ്വതക്ക കൊടുക്കാൻ. എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ച ഒരാളിങ്ങനെ വരും. മൂപ്പരെ കാണാൻ വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കുമ്പോ മറ്റേ ആളിങ്ങനെ വരുന്നുണ്ട്. അല്ല, എല്ലാരെയും തള്ളിയിട്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 69 ആള് ഞാൻ വെട്ടിയിട്ടു. 70ാമത്തെ ആള് വന്ന് എന്നെ കൈ പിടിച്ച് തടഞ്ഞു. 70ാമത്തെ ആള് വന്നപ്പോ പിന്നെ എനിക്ക് ഒരു നിലക്ക് ഒഴിയാൻ കഴിഞ്ഞില്ല, ഞാൻ അതിന് വഴിപ്പെടേണ്ടി വന്നു. ഞാനതവിടെ കൊടുത്തു. മുഅ്മിനീങ്ങൾ സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമാണ്. ശൈത്താൻ പലപ്പോഴും പറയും, സ്വതക്ക കൊടുക്കാൻ ആൾക്കാർ ഉദ്ദേശിച്ച് വന്നാൽ അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ഒന്നായിട്ട് കൊടുക്കണ്ടട്ടോ, ദാരിദ്ര്യം വരും. എന്തെല്ലാം മുറാദ് ഹാസിലാകാണ്ട് അങ്ങനെ കൊടുക്കല. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫല്ല. അല്ലാഹുവിന്റെ വാഗ്ദാനമോ, നിങ്ങൾ കൊടുത്തോളൂ, പാപമോചനം തരും. വഫല്ലൻ, ഏറെയും തരും, കൂടുതലും തരും. നിങ്ങളിപ്പോ കൊടുക്കുന്ന 10 പകരം പിന്നെയും കൂടുതൽ തരും. കൊടുക്കാൻ നോക്കുമ്പോ പലപ്പോഴും കൊടുക്കണ്ടെന്നുള്ള ശ്രമങ്ങളല്ലേ വരിക. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് കൊടുത്താലോ അല്ലാഹു ഏറെ തരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു സ്വതക്ക കൊടുക്കുന്നതിൽ മഹാനവറുകൾ വല്ലാത്ത വിജയം കിട്ടിയത്. ഒന്ന് കൊടുത്തപ്പോ അല്ലാഹു തആല ഏറെ കൊടുത്തു മഹാനവറുകൾക്ക്. വീട്ടിൽ ഒരു ദിവസം കുറച്ച് പണ്ഡിതന്മാർ വന്നു. ആ പണ്ഡിതന്മാരെ സൽക്കരിക്കാൻ ഒന്നുമില്ല വീട്ടിൽ, ആകെയുള്ളതൊരു കുതിരയാണ്. ആ കുതിരയെ മഹാനവറുകൾ ഭാര്യയോട് പറഞ്ഞു, കുതിരനെ അറുത്തിട്ട് അവർക്ക് ഭക്ഷണമാക്കണം. അവര് ഈ വീട്ടിൽ എന്നെ കാണാൻ സന്ദർശനത്തിന് വന്നതല്ലേ, വെറുതെ വിടാൻ പറ്റൂല, ആലിമീങ്ങളല്ലേ, പണ്ഡിതന്മാരല്ലേ, അവരൊന്ന് സൽക്കരിക്കണം എന്ന് പറയും. ഭാര്യ പറഞ്ഞു, ആകെ യാത്ര ചെയ്യാനുള്ള ഒരു കുതിരയാണ്, അതിനെ അറുക്കുക, വേറെന്താ നമുക്കുള്ളത്? മഹാനവറുകൾ ആ വാക്ക് ഗൗനിക്കാതെ അതിനെ അറുത്തിട്ട് സഹോദരങ്ങളെ ആ ഉലമായിനെ സൽക്കരിച്ചു. ഈ ഒരു വിഷയത്തിൽ പിന്നെയും മഹാനവറുകളോട് ഭാര്യ നാക്കിട്ടടിച്ചപ്പോ ഭാര്യയോട് പറഞ്ഞു, നന്മയിൽ സഹായിക്കാൻ നിന്നെ പറ്റൂല, നീ നിന്റെ വീട്ടിലേക്ക് പോക്കോ, നിന്നെ എനിക്ക് വേണ്ട. ഞാനൊരു ഖൈർ ഉദ്ദേശിച്ചിട്ട് നിന്റെ പണം കൊണ്ട് വാങ്ങിയതല്ല, ഞാൻ ഹലാലായ നിലക്ക് ജോലിയെടുത്തിട്ട് കിട്ടിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ കുതിര. അതും നല്ല ആലിമീങ്ങൾ വന്നപ്പോ അവരെ സൽക്കരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അറുത്തത്. നിനക്ക് ആ വിഷയത്തിൽ എന്നോടുള്ള ദേഷ്യം തീരുന്നില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയി താമസിച്ചോ, നിന്റെ ജീവിതവും നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു. ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് അങ്ങനെ ജീവിക്കുന്നു. അപ്പോഴാണ് ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് മഹാനവറുകൾ വഅദിന് പോയി. നല്ല വഅദ്. ആ വഅദ് കേട്ടിട്ട് സദസ്സിലുള്ള പല ആളുകളും തൗബ ചെയ്തിട്ടാണ് പിരിഞ്ഞത്. കൂട്ടത്തിലൊരു പിതാവ് വന്നിട്ട് മഹാനവറുകളോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വീട്ടിൽ എനിക്കൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോ വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയാണ്. പക്ഷേ ആ പെണ്ണിന് മാനസിക രോഗം പിടിപെട്ടിട്ട് വസ്ത്രങ്ങളൊന്നും എടുക്കാതെ വസ്ത്രങ്ങൾ മുഴുവനും വലിച്ചു കീറിയിട്ട് ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് എന്തൊക്കെയോ അപസ്മാര രോഗം കാണിക്കുന്നു. ആ പെൺകുട്ടിയുടെ മനസ്സൊന്ന് തണുത്ത് കിട്ടണം, നിങ്ങളൊന്ന് വന്നിട്ട് നല്ല ഉപദേശം നൽകിയിട്ട് എന്റെ കുട്ടിയുടെ ബുദ്ധിയും അവസ്ഥയും നന്നാക്കി തരുമോ? നേരത്തെ എന്റെ കുട്ടിക്കൊരു കുഴപ്പമില്ലായിരുന്നു, പെൺകുട്ടിക്ക്. ഇപ്പൊ എന്റെ പെൺകുട്ടി അതാ നല്ല വിവാഹപ്രായമെത്തിയ 1ാം നമ്പർ പെൺകുട്ടി. വസ്ത്രം ഒഴിവാക്കി ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് നാണക്കേടല്ലേ, പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ പെൺകുട്ടി വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ സ്വാരസ്യങ്ങൾ കാണിക്കുന്നു. നിങ്ങളൊന്ന് വന്നിട്ട് ആ കുട്ടിയുടെ മനസ്സൊന്ന് തണുപ്പിച്ചു തരണം, നല്ലൊരു ഉപദേശം തരുമോ? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉപ്പാന്റെ കൂടെ പോയി. ആ ഉപ്പാനോട് ആ പെൺകുട്ടി ഒരു റൂമിൽ ഇരുത്താൻ പറഞ്ഞു. മഹാനവർ
മഹാനവറുകൾ മറ്റൊരു റൂമിന്റെ ഭാഗത്തിരുന്നു. അടുത്ത് തന്നെ ബാപ്പാനെയും ഇരുത്തിയിട്ട് പെൺകുട്ടിക്ക് നല്ല ഉപദേശം പറഞ്ഞു കൊടുത്തു. പെൺകുട്ടിയെ മഹാനവറുകൾ കാണുന്നുണ്ടോ? ഇല്ല. നല്ല വാദങ്ങ് പറഞ്ഞു. പെൺകുട്ടിയുടെ മനസ്സ് തണുത്തു, രോഗം മാറി. കുറച്ചു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ എനിക്ക് ധരിക്കാൻ നല്ല വസ്ത്രം വേണം, ഇപ്പൊ ഞാൻ ധരിച്ച വസ്ത്രം കീറിയിട്ടുണ്ട്. അസുഖമൊക്കെ മാറി, കുട്ടിന്റെ കീറിയതാ, അസുഖമൊക്കെ മാറി. നല്ല കൗൺസിലിംഗ് നടത്തിയപ്പോ മനസ്സൊക്കെ തണുത്ത് കിട്ടി. എനിക്ക് നല്ല വസ്ത്രം കൊണ്ടുവരുന്നു റൂമിന്റെ ഉള്ളിൽ നിന്ന്. മഹാനവറുകൾ പറഞ്ഞു, കുട്ടിക്ക് രോഗമൊക്കെ മാറിയിട്ട് ഞാൻ പോകുന്നു. നല്ല ഉപദേശം കൊടുത്തു, തിരിച്ചു പോന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നമ്മൾ സാധാത്തുക്കൾ അടുത്തേക്ക് പോകുമ്പോൾ ഒരു നിർദ്ദേശം കിട്ടാൻ അവർ നല്ല ഉപദേശങ്ങൾ തരുമ്പോൾ നമ്മളെ മനസ്സിന് നല്ല തണുപ്പാണ്. ചൂട് കൂടിയ മനസ്സ്, എന്തൊക്കെയോ ബേജാറുള്ള മനസ്സിൽ അവർ നല്ല ഉപദേശം തന്നിട്ട് ബറക്കത്തിന് 1-2 ദിക്റും തന്നിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി, കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടും, ഇനി ഒരു വിഷമം വേണ്ട, മനസ്സിൽ അത് ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. നമ്മൾ സാധാരണക്കാരിൽ നമുക്കെന്തറിയാനാണ്? സാദാത്തുക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു പുതിയാപ്പള്ളം കിട്ടണ്ടേ? അങ്ങനെ അന്വേഷിച്ച് നടന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരനായ ഉപ്പ കോടീശ്വരനാണ്. പെൺകുട്ടിയോട് വാപ്പ പറഞ്ഞു, മോളെ നിനക്ക് ഞാൻ നല്ലൊരു പുതിയാപ്പിളനെ നോക്കിയിട്ട് വരട്ടെ, എവിടെന്നെങ്കിലൊക്കെ നല്ലൊരു പുതിയാപ്പിളനെ. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, വാപ്പ ഒറ്റ കാര്യം പറയട്ടെ, ഒരു പുതിയാപ്പിളനെ നോക്കാൻ പോകല്ലേ, എനിക്ക് എന്റെ ഭാഗത്തു നിന്നൊരു ഷർത്ത്, നിങ്ങളത് പാലിക്കണം. ഒരു പണക്കാരനെ നോക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട, കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണുണ്ട്. ഇനി എന്തിനൊരു പണക്കാരനെ തേടി നടക്കുന്നത്? എന്നെ നല്ല തഖ്വയിലായി എന്നെ നടത്താൻ പറ്റുന്ന, എനിക്ക് ജീവിതം തരാൻ പറ്റുന്ന നല്ലൊരു പുതിയാപ്പിളനെ നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. എനിക്ക് നല്ല തഖ്വ നൽകുന്ന, ഉപദേശം നൽകുന്ന, ആഖിറത്തിലേക്ക് എനിക്ക് തുണയാകുന്ന ഒരു പുതിയാപ്പിളനെ കണ്ടെത്തി വരണം. ഉപ്പ പല ഭാഗത്തും തേടി നടന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന നാട്ടിലെത്തിയിട്ട് ഒരു അന്വേഷണത്തിനെത്തിയപ്പോ ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം, നിങ്ങളെ നാട്ടിൽ വന്ന് വാള് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഒറ്റക്കല്ലേ താമസിക്കുന്നത്? അപ്പൊ വാപ്പ പറഞ്ഞു, മൂപ്പർക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞൊക്കെ ഉണ്ടല്ലോ ഭാര്യ, ആ ഭാര്യനെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പോയി അന്വേഷിക്ക്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ആണ് നിങ്ങളെ മകളെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നല്ല മുത്തഖിയായ ആലിമായ മനുഷ്യൻ, ആ മനുഷ്യനാ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ പോയി അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉസ്താദിന് എന്നെ മനസ്സിലായോ? അപ്പൊ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു നോക്കി, ആ മനസ്സിലായി, നിങ്ങളെ കുട്ടിക്ക് നാളെ സുഖമില്ലായിട്ട് നിങ്ങൾ വന്നു, ഞാൻ അവിടുന്ന് ചെറിയ ഉപദേശങ്ങൾ കൊടുത്തു പോന്നല്ലേ? ആ അതെ, ആ മോൾക്ക് വിവാഹാന്വേഷണമായി വന്നാണ്, അപ്പോഴാണ് അങ്ങാടിയിലെത്തിയപ്പോൾ നിങ്ങൾക്ക് ഭാര്യയല്ല, ഭാര്യ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കണം. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. കല്യാണം നടന്നു. നല്ല സമ്പന്നനായ വ്യക്തിയുടെ മകളാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങളോ പാവപ്പെട്ട ഫഖീറായ മനുഷ്യനാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിവാഹ ജീവിതം ആരംഭിച്ചു. മഹാനവറുകളെ വീട്ടിൽ വന്നിട്ട് ആ പെൺകുട്ടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ ഒരു ദിവസം അതാ 10 കുതിരകളുമായിട്ട് ഈ ബാപ്പങ്ങനെ വീട്ടിലേക്ക് വരുന്നു. 10 കുതിരകളെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചതല്ല, 10 കുതിരകളെ തൊളിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്തിനാണുപ്പാ ഇത്? നിങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കല്ലേ, രണ്ടാളും വാഹനമില്ല, ഒന്നുമില്ല, ഒരു 10 എണ്ണം ഇവിടെ നിന്നോട്ടെ, വിൽക്കണമെങ്കിൽ വിൽക്കാം, യാത്ര ചെയ്യാനും ഉപയോഗിക്കാം, സന്തോഷത്തിന് വേണ്ടി ഒരു 10 എണ്ണം ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ബാപ്പ അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയപ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ, അപ്പയാണ് പഴയ കഥ പറഞ്ഞു കൊടുക്കുന്നത്, ഒന്നിന് പകരം അല്ലാഹു എനിക്ക് 10 എണ്ണം തന്നു. മഞ്ചാ അബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. പണ്ഡിതന്മാരെന്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം എനിക്കുണ്ടായിരുന്ന ഒരു കുതിരയെ അറുത്ത് ഞാൻ അവർക്ക് നല്ല സൽക്കാരം ഒരുക്കിയപ്പോ എന്റെ ഭാര്യക്കത് തൃപ്തിയായില്ല, അവൾ എതിർത്തു എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ എന്നോട് വഴക്കിട്ടു, ഒരുപാട് എന്നെ ആക്ഷേപിച്ചപ്പോ ദീനിൽ സഹകരിക്കാത്ത ആ പെണ്ണിനെ ഞാൻ ഒഴിവാക്കി. ഒരൊറ്റ കുതിരയല്ലേ അന്ന് ഞാൻ അറുത്തത്, അതിന് പകരം അല്ലാഹു എനിക്ക് 10 എണ്ണം തന്നിരിക്കുന്നു. അതല്ലേ അള്ളാഹുവിന്റെ വാഗ്ദത്തം, വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫല്ല. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ പേടി വേണ്ട, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു മഗ്ഫിറതൻ, പാപമോചനം, വഫല്ലൻ, കൂടുതലും അള്ളാഹു തരും. കുറവാക്കി തരുമെന്നല്ല, കൂടുതലും തരും. ശൈത്താനപ്പുറത്ത് നമ്മളെ മനസ്സിൽ ഉദിപ്പിക്കുന്നതോ, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ദാരിദ്ര്യം വന്നു പോകും, കൊടുത്തു പോകണ്ട. ഇപ്പുറത്ത് അല്ലാഹു തആല പറയുന്നു, കൊടുത്തേക്കണം, കൂടുതൽ ഞാനാണ് തരുന്നത്, ശൈത്താനല്ല നിങ്ങൾക്ക് സമ്പത്തുന്നത്, ഞാനാണ്. അപ്പൊ അവന്റെ വാഗ്ദാനങ്ങളും മറ്റും സ്വീകരിച്ച് അവന്റെ കൂടെ നിൽക്കാതെ, അവന്റെ കൂടെ താമസിക്കാതെ അള്ളാഹുവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അമൽ ചെയ്ത് ഒരുപാട് സുഹൃതങ്ങൾ സമ്പാദിച്ച് അള്ളാഹുവിലേക്ക് നീങ്ങുന്നവരാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.